ഹേ ഗായ്സ്, നിങ്ങളിന്നിവിടെ കാണാൻ പോകുന്നത് ആറ്റുകാൽ പൊങ്കാലയുമായിട്ട് അനുബന്ധിച്ച ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോയിൽ നിങ്ങൾ കേട്ടത് ഡിവിക്കുട്ടൻ എന്നെ അപ്പ എന്ന് കിടന്ന് വിളിക്കുന്നതായിരുന്നു. അങ്ങനെ എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ സിസ്റ്ററിൻ ലോയും ബ്രദറും കൂടെയാണ് പോയത് ആറ്റുകാൽ പൊങ്കാല ഇടാനായിട്ട്. അപ്പോൾ അവർ ഇറങ്ങിയിട്ടുണ്ട്. പൊങ്കാലയ്ക്കുള്ള ഐറ്റംസ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കത്തിക്കാനായിട്ടുള്ളതൊക്കെ എടുത്ത് വെച്ചിട്ട് ടാറ്റയും ബേബിയൊക്കെ പറഞ്ഞ് പോവുകയാണ്. അപ്പോൾ ബാക്കി വീഡിയോ അവരായിരിക്കും എടുക്കുക. അങ്ങനെ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളൊക്കെ അവർ പകർത്തുന്നുണ്ടായിരുന്നു. നിങ്ങൾക്കറിയാലോ, ലക്ഷക്കണക്കിന് ഭക്തരാണ് വന്ന് ആറ്റുകാൽ പൊങ്കാല ഇടാറ്. അപ്പോൾ കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്നായിട്ടാണ് ഭക്തരെത്താറുള്ളത്. അപ്പോൾ തലേ ദിവസമോ അതിന് മുന്നേ ഉള്ള ദിവസമൊക്കെ വന്ന് ആദ്യമേ സ്ഥലങ്ങളൊക്കെ പിടിച്ചു വെക്കാറുണ്ട്. കാരണം അവർക്ക് അറിയാം പൊങ്കാല ഇടാൻ അങ്ങനെ സ്ഥലം കിട്ടാറില്ല. സോ അവർ നേരത്തെ തന്നെ വന്ന് സ്ഥലങ്ങളൊക്കെ പിടിച്ചു വെക്കാറുണ്ട്. അങ്ങനെയാണ് നിങ്ങളിവിടെ കാണുന്നത്. റോഡിൻ്റെ രണ്ട് ഭാഗത്തായിട്ടും ഒത്തിരി ആളുകൾ അടുപ്പ് കൂട്ടി പൊങ്കാല ഇടാനായിട്ടുണ്ട്. അപ്പോൾ ഇപ്രാവശ്യം എത്ര ലക്ഷത്തോളം ആളുകളാണ് ഉള്ളതെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ഒത്തിരി കാണും. ഞാനിതുവരെ പൊങ്കാല ഇട്ടിട്ടില്ല. പണ്ടൊക്കെ അമ്മയുടെ കൂടെ പോകാറുണ്ടായിരുന്നു. ആറ്റുകാലിലല്ല, വീട്ടിൻ്റെ അടുത്ത് അമ്പലങ്ങളിലൊക്കെ പൊങ്കാല ഇടാനായിട്ട് അമ്മയെ ഹെൽപ്പ് ചെയ്യാനൊക്കെ പോകുമായിരുന്നു കൂടെ. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് ആറ്റുകാൽ പൊങ്കാലയ്ക്ക് പോകുന്നത്. അപ്പോൾ ചേച്ചിയുടെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു ചേച്ചിയുണ്ട്. അപ്പോൾ ആ ചേച്ചിയുടെ വീട്ടിൻ്റെ അവിടെ ആയിട്ടാണ് പൊങ്കാല ഇടുന്നത്. അപ്പോൾ ചേച്ചി പോയി അടുപ്പൊക്കെ കൂട്ടി കലമൊക്കെ വെച്ചു. അതുപോലെ കത്തിക്കാനുള്ള സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. കൊതുമ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ പൊങ്കാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടുപ്പ് കൂട്ടാനായിട്ട് കുറച്ച് ഐറ്റംസ് കൊണ്ടുപോയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ കൊതുമ്പ് അങ്ങനെയുള്ള ഐറ്റംസ്, കൊതുമ്പ്, ഓലയുടെ ഉണങ്ങിയത് അതെല്ലാം കൊണ്ടുപോയിട്ടുണ്ട്. പൊങ്കാല അടുപ്പ് കത്തിക്കാനായിട്ട് നമ്മൾ ഒരിക്കലും തീപ്പെട്ടി ഉപയോഗിക്കാറില്ലല്ലോ ഗൈസ്. അപ്പോൾ ഇതുപോലെ അടുത്തുള്ള അമ്പലങ്ങളിൽ നിന്നിട്ട് കൊണ്ടുവരും. സോ അതിൽ നിന്നാണ് തീ എടുക്കുക. സോ അവർ പകർന്നു വരുന്ന ഈ തീ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പൊങ്കാല അടുപ്പ് കത്തിക്കുന്നത്. അപ്പോൾ ചേച്ചിക്കും കിട്ടി. അപ്പോൾ ചേച്ചിയും അതിനെടുത്തു കത്തിച്ചു. അങ്ങനെ ചെറിയ കലം ഇരിക്കുന്ന അടുപ്പും കത്തിച്ചു. ഇനി വെള്ളം തിളച്ച് വരണം. അപ്പോൾ ചെറിയ കലത്തിൽ വെള്ള പൊങ്കാലയും വലിയ കലത്തിൽ ശർക്കരയൊക്കെ ഇട്ടുണ്ടാക്കുന്ന പൊങ്കാലയായിരുന്നു. അതുപോലെ തന്നെ അവർ ഒരു ക്ലോത്തിൻ്റെ ഒരു കവറും കൊടുത്തിട്ടുണ്ടായിരുന്നു. ക്ലോത്തിൻ്റെ ഉത്സവം എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കുട്ടിക്കാലത്തേക്കാണ് കൊണ്ടുപോവുക. കാരണം ബലൂണ്, അതുപോലെ കളിപ്പാട്ടങ്ങൾ, അതുപോലെ പട്ടുപാവാടയൊക്കെ ഇട്ട് അമ്മയുടെ കൂടെ പൊങ്കാല ഇടാൻ പോകുന്നത്, അതൊക്കെ ഒരു വൈബ് ആയിരുന്നു. അതൊക്കെ ഒരു സന്തോഷം നിറഞ്ഞ ദിവസങ്ങളായിരുന്നു ഗൈസ്. അങ്ങനെ ചേച്ചി പൊങ്കാലയ്ക്കുള്ള അരി ഇട്ടു. ഇനി വലിയ കലത്തിലേക്കുള്ള അരിയാണ് ഇടാൻ പോകുന്നത്. ഈ തീ ഇങ്ങനെ പുറത്തേക്ക് കത്തുമ്പോഴുണ്ടല്ലോ ഗൈസ്, നമ്മൾ അരിയൊക്കെ ഇടുമ്പോൾ കയ്യിലിങ്ങനെ ചൂടേൽക്കും. അപ്പോൾ രണ്ട് കലത്തിലും അരി ഇട്ടു. ഇനി ഇത് തിളച്ച് വരണം. ഏകദേശം രണ്ടടുപ്പിലെയും അരിയൊക്കെ തിളച്ച് പൊങ്ങാറായി. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും അരിയൊക്കെ തിളയ്ക്കുന്നുണ്ട്. തീയൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് തന്നെ കാറ്റൊക്കെ അടിച്ചിട്ട് തീ പുറത്തേക്ക് കത്തും ഗൈസ്. നോർമലി പൊങ്കാല ഇടുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ പിന്നെ കേരളത്തിൻ്റെ ക്ലൈമറ്റിനെ കുറിച്ച് പറയണ്ട, അത്രയ്ക്ക് ചൂടാണ് ഗൈസ്. അപ്പോൾ ഈ ചൂടത്ത് പോയി പൊങ്കാല ഇടുന്നവരെ സമ്മതിക്കണം. അപ്പോൾ അവർക്ക് കുടിക്കാനായിട്ടൊക്കെ വെള്ളം വിതരണം ചെയ്യുന്നുണ്ടായിരുന്നു. അതുപോലെ ഫ്രൂട്ട്സ്, ഓറഞ്ച് കൊടുക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ലൊരു കാര്യമായിരുന്നു ഗൈസ്. അപ്പോൾ ചേച്ചി ചെറിയ കലത്തിൽ, ഞാൻ പറഞ്ഞല്ലോ വെള്ള പൊങ്കാലയാണ് ഇടുന്നത്. അപ്പോൾ അതിലേക്ക് പഴം ആഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വലിയ കലത്തിലുള്ള അരിയും വെന്ത് കിട്ടിയിട്ടുണ്ട് ഗൈസ്. ഏകദേശം വെന്ത് വന്ന വലിയ കലത്തിലെ ചോറിലോട്ട് ശർക്കര ആഡ് ചെയ്യുവാണ്. എന്നിട്ട് നെയ്യ് ആഡ് ചെയ്തു. ചെറിയ കലത്തിലെ പൊങ്കാല റെഡിയായിട്ടുണ്ട്. ഇനി വലിയ കലത്തിലെ പൊങ്കാലയും കൂടി റെഡിയാവണം. അപ്പോൾ ഇതിലേക്ക് കാഷ്നട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. പഴം അരിഞ്ഞിടുവാണ്. നമുക്കൊക്കെ എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ദൈവത്തോട് പറയുമ്പോൾ മനസ്സിനൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടും അല്ലേ.
അങ്ങനെ എല്ലാവരുടെയും പൊങ്കാലയൊക്കെ റെഡി ആയിട്ടുണ്ട്. അമ്പലത്തിൽ പോയിട്ട് വന്ന് തളിക്കുവാണ്. അപ്പോൾ തളിച്ചതിന് ശേഷമാണല്ലോ നമ്മൾ നോർമലി പൊങ്കാല അടുപ്പിൽ നിന്ന് എടുക്കാറ്. ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല ഇടാൻ കിട്ടുന്ന അവസരം എന്നൊക്കെ പറയുന്നത് തന്നെ വലിയൊരു ബ്ലെസ്സിങ് ആണ് ലൈഫിൽ. പൊങ്കാലയോടൊപ്പം തന്നെ തിരളിയപ്പവും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. തിരളിയപ്പം അല്ലെങ്കിൽ കുമ്പിളപ്പം എന്നും പറയാം. അങ്ങനെ അവർ വീട്ടിലെത്തി. ഡിവുക്കുട്ടൻ പൊങ്കാലയൊക്കെ വലിച്ചെടുത്തു. അപ്പോൾ ഇതാണ് പൊങ്കാല. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു കഴിക്കാനായിട്ട്. അങ്ങനെ വെള്ള പൊങ്കാലയുണ്ട്, കുമ്പിളപ്പം ഉണ്ട്, അല്ലെങ്കിൽ തിരളിയപ്പം എന്ന് പറയും. അപ്പോൾ അതുണ്ടാക്കിയിട്ടുണ്ട്. ശർക്കര ഇട്ട പൊങ്കാലയുണ്ട്, വെള്ള പൊങ്കാലയുണ്ട്. അങ്ങനെ ഞാൻ പൊങ്കാല കഴിച്ചു. നന്നായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.